വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാവും ഞങ്ങളെ അരിത്മെറ്റിക് സീക്വൻസ്. അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഇട്ടായിരുന്നു. അതായത് എന്താണ് ഈ സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണികൾ എന്നാൽ എന്താവും ഞങ്ങളെ നമുക്ക് ഇതിനൊക്കെ റൂളുകളുണ്ട്. അതായത് നോക്കി, 2ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയപ്പോഴാണ് 4 കിട്ടിയത് അല്ലേ, 4ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയപ്പോഴാണ് 6 കിട്ടിയത്. അപ്പോൾ 6ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയിട്ട് അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അതായത് ഇവൻ നമ്പറുകളില്ലേ, ഇവൻ നമ്പർ. അപ്പോൾ 2 വീതം കൂട്ടിയാണ്. അതായത് ഒരേ സംഖ്യകളിൽ തന്നെ നമ്മൾ കൂട്ടി എഴുതിയതിനാണ് കറക്റ്റ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അവിടെ നമ്മൾ ഈ ഒരു 2 മാത്രമാണ് എപ്പോഴും അവിടെ എടുത്തത് അല്ലേ? ഏത് സംഖ്യകളുടെയും കൂടെ നമ്മൾ അവിടെ 2 മാത്രമാണ് എടുത്തത്. അതുകൊണ്ടാണ് അതിനെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് സീക്വൻസ് എന്നും എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് എന്നും നമ്മൾ ഒന്നാമത്തെ പാർട്ടി നല്ലതുപോലെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. ഒരുപാട് എക്സാമ്പിൾ ഉൾപ്പെടെ കണ്ടോ, ഇതൊക്കെ പഠിപ്പിച്ചതാണ്. ഒന്നാമത്തെ പാർട്ട് കാണാത്തവർ കയറി കാണണ്ടേ കേട്ടോ. അതായത് എന്താണ് നമ്മൾ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. എന്താണ് ഈ കോമൺ ഡിഫറൻസ് എന്ന് വെച്ചാൽ മലയാളം പൊതുവ്യത്യാസം. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, എന്താ നോക്കിക്കേ, 2ൻ്റെ കൂടെ നമുക്കൊരു എക്സാമ്പിൾ തരികയാണ്. ഇപ്പം നോക്കിയേ, 3, 6, 9 ഇങ്ങനെ എക്സെട്ര തരിക. മനസ്സിലായോ? 3, 6, 9. ഈ 3യുടെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് നമുക്ക് 6 വന്നത്? 3 കൂട്ടിയപ്പോഴാണ് അല്ലേ. ആ 3 തന്നെ കൂട്ടിയപ്പോഴല്ലേ നമുക്ക് എന്ത് കിട്ടിയത്? 9 കിട്ടിയത് അല്ലേ. ഇനി 9ൻ്റെ കൂടെ 3 കൂടെ കൂട്ടിയാലോ? 10, 11, 12 അല്ലേ, 12. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അപ്പോൾ ഈ ഒരേ നമ്പറുകൾ തന്നെ എടുത്ത്, മനസ്സിലായോ? ഡിഫറൻസ്, കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഒരേ നമ്പറുകൾ തന്നെയാണെങ്കിൽ അതിനെ എന്ത് പറയുന്നു? കോമൺ ഡിഫറൻസ് അല്ലേ. കോമൺ ഡിഫറൻസിനെ ഡി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? നോക്കിക്കേ, നമുക്കൊരു ശ്രേണി പൂർത്തിയാക്കുക, നമ്മൾ പാറ്റേൺ പൂർത്തിയാക്കുക എന്നൊക്കെ കേട്ടില്ലേ, പാറ്റേൺ. അതായത് നോക്കിക്കേ, ഇപ്പോൾ 1ൻ്റെ കൂടെ 1 കൂടെ കൂട്ടിയപ്പോഴാണ് 2 അല്ലേ. 2ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയപ്പം 4, 4ൻ്റെ കൂടെ 3 കൂടെ കൂട്ടിയപ്പോൾ 7. അപ്പോൾ ഇങ്ങനെ തന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡോട്ട് ഇട്ട് തരിക. ഈ പാറ്റേൺ അല്ലെങ്കിൽ ഈ സീക്വൻസ് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റുമല്ലോ. നിങ്ങൾ എന്താ ഇവിടെ ആദ്യം 1 കൊടുത്തു, 2 കൊടുത്തു, 3, 4, 5. അപ്പോൾ അടുത്ത 6, 7 അങ്ങനെ വെച്ച് നമുക്ക് പറ്റും. അങ്ങനെ പറ്റുന്നതിനെയാണ് സീക്വൻസ് എന്ന് പറയുന്നത് കേട്ടോ. സീക്വൻസ് എന്ന് വെച്ചാൽ ശ്രേണി എന്ന് വെച്ചാൽ അതാണ്. പക്ഷേ ഒരേ നമ്പർ ആണെങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ, അത് അരിത്മെറ്റിക് സീക്വൻസ് ആവത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ ഒരു എക്സാമ്പിളും പറഞ്ഞായിരുന്നു. ഇപ്പോൾ നോക്കിയാൽ 2, 4, 6, 8, 10 അല്ലേ. ഇങ്ങനെ തരികയെങ്കിൽ ഈ 2നെ ആദ്യം തരുന്നതിനെ ഫസ്റ്റ് ടേംസ് അല്ലേ, അതായത് ഒന്നാം പദം, ആദ്യ പദം അല്ലെ ഒന്നാം പദം, അതിൻ്റെ ഫസ്റ്റ് ടേംസ് കേട്ടോ. എഫ് ഫസ്റ്റ് എന്ന് വേണമെങ്കിൽ എഫ് കൊടുക്കാം, A1 എന്ന് കൊടുക്കാം, ചിലർ X1 എന്ന് കൊടുക്കാം കേട്ടോ. എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇത് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. കണക്ക് വരുമ്പോൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ടേമിന് ചില അധ്യാപകർ F കൊടുക്കും, ചിലർ A1 എന്ന് കൊടുക്കും, അതെ അരിത്മെറ്റിക്കിൻ്റെ A കൊടുക്കും, ചിലർ X കൊടുക്കും കേട്ടോ. അടുത്ത ഇത് രണ്ടാം പദത്തിന് നമ്മൾ 4 അല്ലേ. അപ്പം A2 എന്നോ F2 എന്നോ X2 എന്നോ കൊടുക്കാം കേട്ടോ. ഇനി ഞങ്ങളുടെ ടീച്ചർ X പഠിപ്പിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ A എന്നൊന്നും പേടിക്കണ്ടാവും നിങ്ങളെ. ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം എന്നുള്ളത് ഇതാ കേട്ടോ. 1, ഇവിടെ 2, ഇവിടെ 3 കണ്ടോ. അങ്ങനെ അത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ ഒന്നാം പദം, ഇതിനകത്തിലെ 5ാം പദം ഏതാണെന്ന് നോക്കിയാൽ നമ്മളെങ്ങനെ അറിയും? 1, 2, 3, 4, 5. പക്ഷേ ഇതിനൊക്കെ ഇക്വേഷൻ ഉണ്ട്. ഇപ്പം നമ്മളോട് ചോദിക്കുക 5 പദമൊക്കെ ആണെങ്കിൽ നമുക്കറിയാം. 15ാം പദം അല്ലെങ്കിൽ 30ാം പദം ഏതാണെന്നൊക്കെ ചോദിക്കുമ്പം നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്, അങ്ങോട്ട് പോവാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് പൊതുവ്യത്യാസം കാണുക എന്നുള്ളത് എങ്ങനെയാവും നിങ്ങളെ? കോമൺ ഡിഫറൻസ് കാണുക എന്ന് പറയുന്നത് രണ്ടാമത് തരുന്നതിനെ കേട്ടോ. എൻ്റെ കുക്കിക്ക് രണ്ടാമെന്ന് വെച്ചാൽ 1, രണ്ടാമത് തരുന്നതിൽ നിന്നും ഒന്നാമത് കിടക്കുന്ന സംഖ്യ കുറച്ച് കിട്ടിയാൽ കേട്ടോ. 4 - 2 എത്ര? 2 ആണ്. അതുപോലെ തന്നെ 6 - 2 എത്ര? 2 ആണ്. 8 - 2 എത്ര? 2 ആണ്. അപ്പോൾ ഇവിടെ എല്ലാം പൊതുവ്യത്യാസം എന്താണ്? 2 ആണ്. അപ്പോൾ അത് ഇന്നലെ നമ്മൾ എടുത്തതാണ് കേട്ടോ. ഓക്കെ ആണോ? ഇത്രയാണ് നിങ്ങളെ നമ്മൾ എടുത്തത്. അപ്പോൾ എന്താണ് ഈ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കിക്കേ. എന്താവും നിങ്ങൾ? എ സീക്വൻസ് സ്റ്റാർട്ടിങ് വിത്ത് എ നമ്പർ ആൻഡ് പ്രൊസീഡിങ് ബൈ ആഡിങ് 1 നമ്പർ എഗെയിൻ ആൻഡ് എഗെയിൻ ഈസ് കാൾഡ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ബോക്സ് ഇട്ട് ബുക്കിനകത്ത് വൃത്തിയായിട്ട് അതങ്ങ് എഴുതിയെടുക്കണം. കാരണം നമ്മുടെ പാഠത്തിൻ്റെ പേരാ അല്ല. എന്താണ് സമാന്തര ശ്രേണി? എന്താണ് അരിത്മെറ്റിക് സീക്വൻസ്? ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കിട്ടുന്ന ശ്രേണിയെയാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. ഇത് മനസ്സിലാവുന്നുണ്ടോ? ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും എഗെയിൻ ആൻഡ് എഗെയിൻ അല്ലേ, വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു അല്ലേ. അത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അല്ല, കുറേയൊക്കെ മനസ്സിലാവുന്നില്ലേ? അതായത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം നോക്കിയേ 5 അല്ലേ, പിന്നെന്താ 10,
പിന്നെ 15. ഇപ്പം മനസ്സിലായോ? അപ്പം നമ്മൾ എന്താ ഇവിടെ 5ൻ്റെ കൂടെ 5 കൂട്ടിയപ്പോഴല്ലേ 10 വന്നത്. ആ 10ൻ്റെ കൂടെ വീണ്ടും 5 കൂട്ടിയപ്പോഴല്ലേ 15 വന്നത്. ഇനി ഇവിടെ എത്രയായിരിക്കും? 20. എന്തുകൊണ്ടാണ്? അതിൻ്റെ കൂടെ വീണ്ടും 5 കൂട്ടിയപ്പം 20. ഒരു സംഖ്യ തന്നെ. മനസ്സിലായോ? ഇതാ പറയുന്നത് അല്ലേ, ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി, ഈ ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും, കണ്ടോ, ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കിട്ടുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണല്ലോ അത്രയും. ഇനി നമുക്ക് ടെസ്റ്റിലെ നോക്കണേ. പേജ് നമ്പർ 8 നിങ്ങൾ എടുക്കണേ. പേജ് നമ്പർ 8 ഞാൻ അവിടെ മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. മലയാളം മീഡിയക്കാർക്കും ഇംഗ്ലീഷ് മീഡിയക്കാർ, മലയാളം മീഡിയക്കാർക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്താണെന്ന് അറിയാൻ വയ്യ. എല്ലാവരെയും ഒന്നും ഞാൻ പറയുന്നില്ല കുഞ്ഞുങ്ങളെ. ചില കുട്ടികൾക്ക് വായിക്കാനറിയാം എന്താണ് ഈ ഉദ്ദേശിച്ചത് എന്താണെന്ന് കേട്ടോ. അതുകൊണ്ട് ഞാൻ മലയാളം എഴുതിയിട്ടുണ്ട്. നോക്കണേ. ലുക്ക് അറ്റ് ദീസ് ട്രയാങ്കിൾസ് മെയ്ഡ് വിത്ത് ഡോട്ട്. ഹൗ മെനി ഡോട്ട് ആർ ദെയർ ഇൻ ഈച്ച്? കാണാൻ പറ്റുന്നുണ്ടോ? കമ്പ്യൂട്ട് ദ നമ്പർ ഓഫ് ഡോട്ട് നീഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ്. വല്ലോ മനസ്സിലായോ? അതായത് നമ്മൾ ഈ ഡോട്ട് എന്ന് വെച്ചാൽ ഇവിടെ പൊട്ട് അല്ലെ കുത്തുകൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഡോട്ടുകൾ. അതാവും ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് നോക്കിക്കേ, 3 ഡോട്ടാണ് ഇട്ടേക്കുന്നത്. ഒന്നാമത് നമ്മൾ 3 ഡോട്ട് അല്ലെങ്കിൽ പൊട്ടുകൾ എന്നാണ് മലയാളത്തിൽ മലയാളം ടെസ്റ്റിൽ പറയാം കേട്ടോ. പൊട്ടുകൾ അടുക്കി ത്രികോണങ്ങൾ ഉണ്ടാക്കാം. ഓരോ ത്രികോണത്തിൻ്റെയും പൊട്ടുകളുടെ എണ്ണം എഴുതുക. ഫസ്റ്റ് നോക്കിക്കേ 3. ഫസ്റ്റ് ഏതാ? 3 എണ്ണമാണ് എഴുതിയേക്കുന്നത്. കണ്ടോ? രണ്ടാമത്തേൽ എത്ര ഉണ്ട് കുഞ്ഞുങ്ങളെ? രണ്ടാമത്തേൽ 1 2 1 2 3. നോക്കിക്കേ, 1 2 3 4 5 6. നോക്കിക്കേ, 6 എണ്ണമാണ് രണ്ടാമത്തേലുള്ളത്. മനസ്സിലായോ? ഇതുപോലെ എന്താ മേളി 2 അത് അടുക്കി വൃത്തിയായിട്ട് എഴുതേണ്ട കുഞ്ഞുങ്ങളെ. സ്പീഡിൽ എഴുതിയതുകൊണ്ടാണ്. അതായത് ഇവിടെ നോക്കിക്കേ 3 എണ്ണം ആണ്. ഇവിടെ മൊത്തം എത്ര എണ്ണം ഉണ്ട്? മൊത്തം 6 എണ്ണം ഉണ്ടല്ലേ? നോക്കി, 1 2 3 4 5 6 എണ്ണം ഉണ്ട്. ഇനി അടുത്തതിലോ 1 2 3 4 5 6 7 8 9 10 എണ്ണം ഉണ്ട്. എത്ര കുഞ്ഞുങ്ങളെ? 10 എണ്ണം ഉണ്ട് അടുത്തതിൽ. അതായത് 1 2 3 4 5 6 7 8 9 10. അതായത് കറക്റ്റ് ഇവിടെ സൈഡിൽ 2, ഇവിടെ സൈഡിൽ 3, ഇവിടെ സൈഡിൽ 4. മനസ്സിലായോ? ഇവിടെ 2 ആയപ്പോൾ ഇവിടെയും 2, ഇവിടെയും 2. എന്താ റെഗുലർ പോളിഗൺ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3, ഇവിടെയും 3. അതായത് റെഗുലർ ട്രയാങ്കിൾ, ഈക്വലേറ്റർ ട്രയാങ്കിൾ എന്നൊക്കെ. ട്രയാങ്കിൾ ഇവിടെ നോക്കി 4, അപ്പോൾ ഇവിടെയും 4, ഇവിടെയും 4. കേട്ടോ? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കുഞ്ഞുങ്ങളെ. ഇവിടെ മൊത്തം കുത്തുകൾ നിങ്ങളോട് എണ്ണാൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഇത്രയൊന്നും വാരി വലിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ, ഫസ്റ്റ് എണ്ണത്തിൽ 3 കുത്തുകളായിരുന്നു, രണ്ടാമത്തതിൽ 6 കുത്തുകളാണ്, മൂന്നാമത്തതിൽ 10 കുത്തുകൾ. അപ്പോൾ ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞ എന്താ, തുടർന്ന് 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം വരയ്ക്കണ്ട, നിങ്ങൾ പൊട്ടുകളുടെ എണ്ണം മാത്രം എഴുതിയാൽ മതി. എന്താ, കമ്പ്യൂട്ട് ദ നമ്പർ ഓഫ് ഡോട്ട് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾ. 3 എണ്ണം കൂടെ വേണം. അപ്പം നിങ്ങൾ വരച്ചൊന്നും കാണിക്കണ്ട. അതാ ഞാൻ പറഞ്ഞത്, ഇതുപോലെ വരയ്ക്കുകയൊന്നും വേണ്ട, ഡോട്ടുകളുടെ എണ്ണം മാത്രം എഴുതിയാൽ മതി. എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? ഇവിടെ നോക്കിയേ, നമുക്കൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. എന്താ ഇത് നോക്കിയേ, 3ൻ്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് കുഞ്ഞുങ്ങളെ 6 വന്നത്? 3. സംശയമില്ലല്ലോ. ഇനി 6ൻ്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് നമുക്ക് 10 വന്നേ? 4. അപ്പം നമുക്ക് കുറച്ച് പിടിയിട്ടില്ലയോ? ഇനി അപ്പം അടുത്ത എത്രയായിരിക്കും? അടുത്ത എത്ര ആയിരിക്കും? 3 4. അടുത്ത എത്ര കുഞ്ഞുങ്ങളെ? 5 അല്ലേ? 3. ഇങ്ങനെ അങ്ങ് ഇങ്ങനെയൊക്കെ ഇതിനകത്തിൽ ഇങ്ങനെ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കേട്ടോ. എന്താ, നമ്മുടെ അടുത്ത് വരയ്ക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനി വരയ്ക്കുന്നതിൽ എങ്ങനെയാണെന്നൊന്നും ചിന്തിക്കേണ്ട. എത്ര ഡോട്ടുകൾ അല്ലെങ്കിൽ എത്ര പൊട്ടുകൾ അല്ലേ, എത്ര ഡോട്ടുകൾ അല്ലെങ്കിൽ പൊട്ടുകൾ എത്ര എണ്ണം ഉണ്ടെന്ന ത്രികോണങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റിൽ 3 എണ്ണമായിരുന്നു, രണ്ടാമത്തേൽ 6 എണ്ണമാണ്, മൂന്നാമത്തേൽ 10 എണ്ണമാണ്. നമുക്ക് ക്ലൂ തന്നിട്ടുണ്ട്. ഇതൊരു സീക്വൻസ് ആണ് അല്ലേ, സീക്വൻസിലോട്ട് മാറ്റാണ്. അപ്പം 3 6 10. 3ൻ്റെ കൂടെ 3 കൂടെ കൂട്ടിയപ്പോഴാണ് 6 വന്നത്, 6ൻ്റെ കൂടെ 4 കൂടെ കൂട്ടിയപ്പോഴാണ് 10 വന്നത്. അപ്പോൾ അടുത്ത 5 ആണ്. 10ൻ്റെ കൂടെ 5 കൂടെ കൂട്ടുമ്പോൾ ഇവിടെ എത്ര വരും കുഞ്ഞുങ്ങളെ? 15 അല്ലേ? 15ൻ്റെ കൂടെ അടുത്ത എത്രയായിരിക്കും? 6. 15ഉം 6ഉം 15ൻ്റെ കൂടെ 6 കൂടെ കൂട്ടുമ്പോൾ 15 4 20 21 അല്ലേ? 15ഉം 5ഉം 21 21. സംശയമുണ്ടോ? ഇനി അപ്പോൾ അടുത്ത എത്ര? 6 കഴിഞ്ഞിട്ട് അടുത്ത 7.
21 7 28 മൂന്നെണ്ണം എഴുതാനേ നമ്മളോട് ചോദിച്ചുള്ളൂ. നമുക്ക് എത്ര വേണമെങ്കിലും എഴുതി കൂടാ കുഞ്ഞുങ്ങളെ? കണ്ടോ, ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ കുഞ്ഞുങ്ങളെ? കാരണം ഒരേ നമ്പർ ആണോ വന്നേ? അല്ല അല്ലേ? പക്ഷേ ഇതൊരു സീക്വൻസ് ആണ്. അരിത്മെറ്റിക് സീക്വൻസ് അല്ല, പക്ഷേ ഇതൊരു സീക്വൻസ് ആണ്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഈ പാറ്റേൺ എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത് അല്ലേ? ഈ റൂളുണ്ട്. 3ൻ്റെ കൂടെ 4 5 6 7 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? അരിത്മെറ്റിക് സീക്വൻസ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ? 3 6 10 ഇത് ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ എങ്ങനെ എഴുതുന്നത്? 15 21 28. മനസ്സിലായോ? ഈ ക്ലൂ ഓർത്താൽ മതി. എത്രൻ്റെ ഡിഫറൻസ് ആണ്? കോമൺ ഡിഫറൻസ് ഇവിടെ എത്ര വന്നേ അല്ലേ? 3ൻ്റെ കൂടെ 3 കൂടെ കൂട്ടിയപ്പോഴാണ് 6. അടുത്ത എത്ര വന്നപ്പോൾ 4 അപ്പോൾ 3ഉം 4ഉം വന്നു കഴിഞ്ഞാൽ അടുത്ത എന്തായിരിക്കും? 5 ആയിരിക്കും, 6 ആയിരിക്കും, 7 ആയിരിക്കും. അപ്പോൾ അത് കൂട്ടി എഴുതിയാൽ മതി. ഇപ്പോൾ പിടികിട്ടിയോ? ഓക്കെ ആണോ? അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റത്തില്ലേ? അപ്പം പേജ് നമ്പർ 8 ഒന്നാമത്തെ ചോദ്യമാണിത്. മനസ്സിലായി കാണുമല്ലോ? ഓക്കെ ആണോ നിങ്ങൾ? നമുക്ക് രണ്ടാമത്തെ ചെയ്യാം. ഓക്കെ, നോക്കണേ കുഞ്ഞുങ്ങളെ, നമ്മൾ അടുത്ത ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ പോളിഗണിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? പോളിഗൺ എന്ന് വെച്ചാൽ എ സിമ്പിൾ ക്ലോസ്ഡ് ഫിഗർ ആണ് മെയ്ഡ് അപ്പ് ഓഫ് 3 or more ലൈൻ സെഗ്മെൻറ്റ്. ഈ ലൈൻ സെഗ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് വന്ന് ഇതാണ് ലൈൻ സെഗ്മെൻറ്റ് അല്ലേ? ലൈൻ സെഗ്മെൻറ്റ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ലൈൻ സെഗ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ 3 ലൈൻ, 3 കണ്ടോ, 3 വശങ്ങൾ, 3 ലൈൻ, മെയ്ഡ് അപ്പ് ഓഫ് 3 or more ലൈൻ സെഗ്മെൻറ്റ്. 3 വരുന്നത് വെച്ച് നമുക്ക് നോക്കാം. പോളിഗൺ അല്ലേ? 3 സൈഡ് വരുന്നതിനെ ട്രയാങ്കിൾ. ഇത് പഠിച്ചു വെച്ചേക്കണേ, കാരണം ഈ കണക്കിനകത്തിൽ ഇത് വേണം. 3 സൈഡിന് ട്രയാങ്കിൾ, 4 സൈഡുള്ളതിനെ ക്വാഡ്രിലേറ്റർ, 5 സൈഡുള്ളതിനെ പെൻഡഗണ്, 6 സൈഡുള്ളതിനെ ഹെക്സഗണ്, 7 സൈഡുള്ളതിനെ ഹെപ്റ്റഗണ് കേട്ടോ. സെപ്റ്റഗണെന്നും ഇപ്പോൾ പുതിയ ടെസ്റ്റിനകത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. CBSEയുടെ പുതിയ ടെസ്റ്റിനകത്തിലാവും നിങ്ങളെ സെപ്റ്റഗൺ. 7 സൈഡ് ആയതുകൊണ്ട് സെപ്റ്റഗൺ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്തത് 8 സൈഡ് ഒക്ടഗൺ, 9 സൈഡ് നൊനഗണ്ണോ വായിക്കുക. നൊനഗൺ കേട്ടോ. 10 സൈഡിനെ ഡെക്കഗൺ. ഓക്കെ ആണോ? 10 സൈഡ് ഇനി ഒരുപാടുണ്ട്, നമുക്ക് മിനിമം 10 സൈഡെങ്കിലും പഠിക്കണം. ഇത് ഓക്കെ ആണോ നിങ്ങളെ? 3 സൈഡ് ട്രയാങ്കിൾ, 4 സൈഡ് ക്വാഡ്രിലേറ്റർ, 5 സൈഡ് പെൻഡഗൺ, 6 സൈഡ് ഹെക്സഗൺ, 7 സൈഡ് ഹെപ്റ്റഗൺ, 8 സൈഡ് ഒക്ടഗൺ, 9 സൈഡ് നൊനഗൺ, 10 സൈഡ് ഡെക്കഗൺ. ഓക്കെ ആണോ? ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് അറിയാം, നമ്മുടെ ചോദ്യത്തിലോട്ട് കയറാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് കേട്ടോ. ഇതൊക്കെ എങ്ങനെയാണ് വരയ്ക്കുന്നത് ഞാൻ റഫായിട്ടൊന്ന് കൊടുത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 3 വശങ്ങളുള്ളതുകൊണ്ടാണ് ത്രികോണം അല്ലേ? 4 സൈഡുള്ളതിനെ ചതുർഭുജങ്ങൾ അല്ലേ? ഈ ക്വാഡ്രിലേറ്ററിനകത്തിൽ 4 വശങ്ങളുള്ളതിലാണ് സ്ക്വയർ, റെക്റ്റാങ്കിള്, റെക്റ്റാങ്കിള്, പിന്നെ സ്ക്വയർ, റെക്റ്റാങ്കിൾ, ഒത്തിരി ഉണ്ട്, ഒരു 5-6 ഉണ്ട് കേട്ടോ. കൈറ്റും ഒക്കെ വരുന്നുണ്ട്, കൈറ്റ് കേട്ടോ. പിന്നെ 5 സൈഡുള്ളതിനെ പെൻറ്റഗണ്, 6 സൈഡ് ഹെക്സഗണ്. ഇതിൻ്റെ എല്ലാം പടം കണ്ട് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. കാരണം വേണ്ടേ, വശങ്ങൾ എത്രയാണെന്ന് നോക്കണേ. ഇവിടെ 1 2 കണ്ടോ, 2 3 4 5 കണ്ടോ, 1 2 3 4 5 6 സൈഡ്, 6 വശങ്ങളോ തന്നെ ഹെക്സഗണ്ട്. റഫായിട്ട് ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ, കാരണം വശങ്ങൾ എത്ര? 7 സൈഡ് 8 സൈഡ്. ഓക്കെ ആണോ നിങ്ങളെ? ഇനി നമ്മളോട് ചോദിച്ചത് എന്താണെന്നറിയോ? ചോദിക്കുന്നതല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ട്രയാങ്കിൾ പല ഇതിലുണ്ട് അല്ലേ? ഈക്വലേറ്റർ ട്രയാങ്കിൾ, സ്കെയിലൻ ട്രയാങ്കിൾ, ഈക്വലേറ്റർ സ്കെയിലന്, പിന്നെ ഏതാ പറഞ്ഞോണ്ടല്ലോ 3 ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ? 3 ട്രയാങ്കിൾ. അതൊക്കെ ഒരുപാട് ട്രയാങ്കിളിനെ ബേസ് ചെയ്ത് നമുക്ക് പഠിക്കേണ്ടത് പോട്ടെ. ഒരു ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ, സാധാരണ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ അകത്തെ മെഷർ എപ്പോഴും 180 ആയിരിക്കും. ഒരു ട്രയാങ്കിളിൻ്റെ, ഒരു ത്രികോണത്തിൻ്റെ മെഷർ എപ്പോഴും എത്ര നിങ്ങളെ? 180 ഡിഗ്രി ആയിരിക്കും. പക്ഷെ ത്രികോണം എന്ന് പറയുന്ന പോലെ ഇപ്പം നമ്മൾ പഠിച്ച ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഒരിച്ചിരി സ്പീഡ് കൂടുതലാണോ നിങ്ങളെ? കാരണം ഇനി ചെയ്യാൻ പോകുന്ന കണക്ക് ഒരിച്ചിരി വലിയ കണക്കായതുകൊണ്ടാണ് ഞാൻ ഒരിച്ചിരി സ്പീഡിൽ പോണത്. ഇപ്പം ഒരു ത്രികോണോ അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ മെഷർ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ അങ്ങ് പഠിച്ചാൽ മതി. ത്രികോണം എന്നല്ല, പോളിഗണിൻ്റെ ഇപ്പം നമ്മൾ പഠിച്ചില്ലയോ, നൊനഗൺ, ഡെക്കഗൺ, ഇതിൻ്റെയൊക്കെ അളവ് എത്രയെന്നറിയാൻ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ മതി. n - 2 × 180
അതായത് ത്രികോണത്തിൻ്റെ നമ്മൾ എങ്ങനെ എഴുതും, ത്രികോണത്തിൻ്റെ വശങ്ങൾ, ഈ എൻ എന്ന് പറയുന്നതിൻ്റെ വശത്തെയാണ് അല്ലെ സൈഡിനെയാണ്. ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ? 3. ആ 3 ഈ എഴുതി വെച്ചേക്കുന്നത്. അപ്പം n-2 × 180 ആകുമ്പോൾ 3 - 2 × 180 എത്ര? 180 തന്നെയാണ്. 3 - 2 1 1 × 180 180. ഇപ്പം പിടികിട്ടിയോ? ഇനി രണ്ടാമത് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും നിങ്ങളെ? 4 വശവും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ടാണ് അതിനെ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ എന്താ, എന്നിൻ്റെ അവിടെ എന്ത് വരും? 4. ഇപ്പോൾ പിടികിട്ടിയോ? അപ്പോൾ പെൻഡഗൺ ആണെങ്കിലോ, പെൻഡഗൺ എന്ന് വെച്ചാൽ പഞ്ചഭുജം അല്ലേ, 5 വശങ്ങൾ. അപ്പോൾ അത് 5 - 2. ഹെക്സഗൺ ആണെങ്കിൽ 6 - 2 കേട്ടോ. 7 ആകുമ്പോൾ ഏതാ? ഹെപ്റ്റഗൺ 7 - 2. ഒക്ടഗൺ ആകുമ്പോൾ 8 - 2. നൊനഗൺ ആണെങ്കിൽ 9 - 2. ഡെക്കഗൺ ആണെങ്കിൽ 10 - 2. ഇപ്പോൾ പിടികിട്ടിയോ? അവിടെ ആ നമ്പർ വന്നത് എങ്ങനെയാണെന്ന്? സൈഡുകളെയാണ് നമ്മൾ ഈ n എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണോ? ഞങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ എടുക്കാം. പിടികിട്ടി കാണുമല്ലോ. നമുക്ക് ആ ക്വസ്റ്റ്യനോടെ ചെയ്യുമ്പോൾ കുറേയൊക്കെ മനസ്സിലാവും. നോക്കിക്കേ, പേജ് നമ്പർ 8 ഒരു ചോദ്യം നോക്കണേ. ഫ്രം ദ സീക്വൻസ് എന്ന് വെച്ചാൽ ശ്രേണി അല്ലേ. ഈക്വലേറ്ററൽ ട്രയാങ്കിൾ കേട്ടോണേ. ഈക്വലേറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻഡഗൺ ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺസ് ഫോം ദ ഫോളോയിങ് സീക്വൻസ്. നമ്പർ ഓഫ് സൈഡ്സ്, അതായത് മലയാളം നോക്കൂ കുഞ്ഞുങ്ങളെ. സമഭുജ ത്രികോണം എന്തൊക്കെയാണെന്ന് നോക്കണേ. ഈക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമഭുജ ത്രികോണം കേട്ടോ. സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്ക്വയർ സമചതുരമാണ് എന്ന് വെച്ചാൽ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ 3 വശവും ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ടാണ്, ഒരുപോലെ ആയിരിക്കണം അല്ലേ. ഇപ്പം 3 സൈഡാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ 3 ഇപ്പോൾ ഒരു ട്രയാങ്കിൾ നോക്കൂ കുഞ്ഞുങ്ങളെ. ഒരു ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഇവിടെ 3 സൈഡാണെങ്കിൽ ഇവിടെയും 3 ആയിരിക്കണം, ഇവിടെയും 3 ആയിരിക്കണം. അതുകൊണ്ടാണ് തന്നെ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം 4 വശവും ഒരുപോലെ ആയിരിക്കണം കേട്ടോ. പെൻഡഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്രയാണോ നമ്മൾ എടുക്കുന്നത് അത് തന്നെ ആയിരിക്കണം ഇവിടെ, അത് തന്നെ ആയിരിക്കണം ഇവിടെ, അത് തന്നെ ആയിരിക്കും ഈ എല്ലാ വശവും. അതാണ് റെഗുലർ പെൻഡഗൺ എന്നാണ് പറയുന്നത്. റെഗുലർ പെൻഡഗൺ. ഇപ്പോൾ പിടികിട്ടി എന്തുവാന്ന്? റെഗുലർ അല്ല, ഈക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ വശങ്ങളുടെ എല്ലാ അളവും ഒരുപോലെ ആയിരിക്കണം. സ്ക്വയർ എന്ന് വെച്ചാൽ നമുക്കറിയാം 4 വശവും ഒരുപോലെയാണ്. പെൻഡഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വശങ്ങളും ഒരുപോലെ ആയിരിക്കണം. ഇപ്പോൾ പിടികിട്ടിയോ? അതുകൊണ്ടാണ് അതിനെ ഈക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ 3 വശം ഒരുപോലെ ആയിരിക്കണം. സ്ക്വയർ നമുക്ക് ഓൾറെഡി അറിയാം 4 വശം ഒരുപോലെയാണ്. റെഗുലർ പെൻഡഗൺ കണ്ടോ. റെഗുലർ പെൻഡഗൺ എന്ന് വെച്ചാൽ സമപഞ്ചഭുജം അല്ലേ. 5 വശവും ഒരുപോലെ ആയിരിക്കണം. അതുപോലെ റെഗുലർ പോളിഗൺ ഫോം ദ ഫോളോയിങ് സീക്വൻസ്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? അപ്പം അതിനകത്ത് മലയാളം നോക്കിയ സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെയുള്ള ജ്യാമിതീയ രൂപങ്ങളുടെ ശ്രേണിയിൽ നിന്ന് നമ്മളൊരു സംഖ്യാശ്രേണികൾ ഉണ്ടാക്കുക എന്നാണ് കേട്ടോ. ഇപ്പം അതിനകത്തിൽ എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ്. നമ്പർ ഓഫ് സൈഡ് കണ്ടുപിടിക്കണം, സം ഓഫ് ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കണം, സം ഓഫ് ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കണം, ഇന്നർ ആംഗിളുകൾ കണ്ടുപിടിക്കണം, ഔട്ടർ ആംഗിളുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ജോലി. അപ്പം നമ്മൾ എന്തൊക്കെയാണ് അത് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നമ്മളോട് ചോദിച്ച ചോദ്യം ഏതൊക്കെയാണ്? ഒന്ന് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ. നോക്കൂ കുഞ്ഞുങ്ങളെ, ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഈക്വലേറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. നമ്മളോട് ചോദിച്ച പടങ്ങൾ ഏതൊക്കെയായി? ഒന്ന് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ കണ്ട, ഈക്വലേറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. 2 സ്ക്വയർ, സമചതുരം. 2 പെൻഡഗൺ അല്ലേ. റെഗുലർ പെൻഡഗൺ ആണ്. റെഗുലർ പെൻഡഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വശവും ഒരുപോലെയാണ്. പിന്നെ ഹെക്സഗൺ, 6 സൈഡും ഒരുപോലെയാണ്. കണ്ടോ, ഇതാണ് സീക്വൻസ്. ഇതൊരു സീക്വൻസിൽ അല്ലേ, സീക്വൻസിൽ. ഇനി ഈ നമ്പർ ഓഫ് ഫസ്റ്റ് നമ്മളോട് ചോദിച്ചാൽ എന്താ നോക്കൂ നിങ്ങളെ, നമ്പർ ഓഫ് സൈഡ്, ഇതിൻ്റെ സൈഡുകൾ എഴുതാൻ മാത്രമാണ് ഫസ്റ്റ് നമ്മളോട് ചോദിച്ചത്. നമുക്കറിയാമല്ലോ ഇതിന് എത്ര സൈഡുണ്ട്? 1 2 3. അപ്പം ഫസ്റ്റ് 3. പിന്നോ ഇതിന് എത്ര സൈഡുണ്ട്? 4 അല്ലേ, 4. ഇതിനെത്ര ഉണ്ട്? 5. ഇത്രയാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ബാക്കി എഴുതാൻ നമുക്ക് പറ്റത്തില്ലേ കുഞ്ഞുങ്ങളെ? ഇതെത്ര? നമ്മളോട് എത്ര എണ്ണം എഴുതണമെന്നാണ് പറഞ്ഞത്? സീക്വൻസ് എഴുതണമെന്നേ പറഞ്ഞുള്ളൂ അല്ലേ. ഇവിടെ എത്ര വരും കുഞ്ഞുങ്ങളെ? 6 വരും അല്ലേ. എന്തുകൊണ്ടാണ്? 3 4 5 ഇത് 6 7 അല്ലേ. ഹെപ്റ്റഗൺ നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാമല്ലോ. ഓക്കെ ആണല്ലോ. ഒന്നാമത്തെ ചോദ്യം ഓക്കെ ആണോ? സംശയമുണ്ടോ? കാരണം ഇതിൻ്റെയൊക്കെ വശങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈഡാണ് ഒന്നാമതായി ചോദിച്ചത്. അടുത്ത സം ഓഫ് ഇന്നർ ആംഗിൾ. സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് വെച്ചാൽ എന്താ? അകകോണുകളുടെ തുക. ഇതിൻ്റെ എല്ലാം അകത്തെ കോണുകളുടെ തുക എത്രയാണ്? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അകത്തെ കോണുകളുടെ തുക. അതായത് മുമ്പ് നമ്മൾ പഠിച്ചതാണ്. ട്രയാങ്കിളിൻ്റെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ട്രയാങ്കിൾ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? മുമ്പ് പഠിച്ചതല്ലേ.
ട്രയാങ്കിളിൻ്റെ ആണെങ്കിൽ 180 ഡിഗ്രിയാണ്. മുമ്പ് നമ്മൾ പഠിച്ചതാ. എങ്ങനെയാ? n-2 ഇൻറ്റു 180 അല്ലേ? അപ്പോൾ എത്ര? ഇപ്പോൾ 3 അല്ലേ? 3 - 2 ഇൻറ്റു 180 എത്ര? 1 ഇൻറ്റു 180 = 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നാമത്തെ ഫസ്റ്റ് നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി. മനസ്സിലായോ? അങ്ങനെ ആണെങ്കിൽ രണ്ടാമത്തെ നമ്മൾ എങ്ങനെ എഴുതാം? മുമ്പ് നമ്മൾ ചെയ്തതല്ലേ? രണ്ടാമത്തെ 4 അല്ലേ? 4 ആകുമ്പോൾ നമ്മൾ എന്നിൻ്റെ അവിടെ എന്തോ എഴുതണം? ഞാൻ ഈ പേപ്പറിലോട്ട് എഴുതാം കേട്ടോ. ഇവിടെ നമുക്ക് ആൻസർ എഴുതാം, അല്ലേ? സ്ഥലം കിട്ടത്തില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? നമ്മൾ സമ്മ് കാണണമെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യണം? ഈ ഇക്വേഷൻ അങ്ങ് എഴുതിയാൽ മതി. അടുത്തത് സം ഓഫ്, നോക്കിക്കേ, സമ്മ് കാണാം. എന്തോത്തിൻ്റെയാ? സ്ക്വയറിൻ്റെ സം ഓഫ് സ്ക്വയറിൻ്റെ എങ്ങനെ എഴുതും? n-2 ഇൻറ്റു 180 ഡിഗ്രിയാണ് അല്ലേ? ഇവിടെ സ്ക്വയറിൻ്റെ എത്ര? 4 - 2 ഇൻറ്റു 180 ഡിഗ്രി അല്ലേ? 4 - 2 2 ഇൻറ്റു 180 ഡിഗ്രി. 180 ഇൻറ്റു 2 360 ഡിഗ്രി. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കിട്ടി 360 ഡിഗ്രി. ഏതാ? ചതുരത്തിൻ്റെ. ഇനി ആരാ? 5 സൈഡ് പെൻഡഗൺ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സം ഓഫ് പെൻഡഗണിൻ്റെ അല്ലേ? മൂന്നാമത്തെ പെൻഡഗൺ, പഞ്ചഭുജം. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഇതിൻ്റെയൊക്കെ മലയാളം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇനി പറയണ്ടല്ലോ. പഞ്ചഭുജം, സ്ക്വയർ, സമചതുരം. പെൻഡഗൺ റെഗുലർ പെൻഡഗൺ ആണ് അല്ലേ? അപ്പോൾ സമപഞ്ചഭുജം. ഇനി എടുത്തെഴുതണോ നിങ്ങളെ? ഇതിൻ്റെ പേരാണ്ട് ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്റ്റെപ്പ് എഴുതുമ്പോൾ സം ഓഫ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സമചതുരത്തിൻ്റെ തുക കാണുന്നത് ഇങ്ങനെയാണ്. പിന്നെ സമപഞ്ചഭുജത്തിൻ്റെ തുക കാണുന്നത് എങ്ങനെയാ? ഇനി നമ്മൾ n-2 എഴുതേണ്ട കാര്യമില്ല, ഉണ്ടോ? നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഈ ഇക്വേഷൻ വെച്ചാണ് എല്ലാം എഴുതേണ്ടത്. അപ്പോൾ നമ്മളിവിടെ പഞ്ചഭുജത്തിന് എത്ര? 5 - 2 ഇൻറ്റു 180 ഡിഗ്രി. 5-ന് 2 പോയാൽ 3 3 ഇൻറ്റു 180 ഡിഗ്രി = 180 ഇൻറ്റു 3 540. ഡൗട്ട് ഉണ്ടെങ്കിൽ 18 3 54 ആവും. 18 3 54, പിന്നെ ഈ 0, അതാ എളുപ്പം എഴുതിയത് കേട്ടോ. 360. അപ്പം നമുക്ക് ഒന്നാമത്തെ 180 കിട്ടി, രണ്ടാമത്തെ 360 കിട്ടി, മൂന്നാമത്തെ പെൻഡഗണിൻ്റെ എത്ര? 540. അപ്പം 3 കിട്ടി. നമുക്ക് ഒരെണ്ണം കൂടെ എഴുതാം. ഏതാ? ഹെക്സഗൺ. കാരണം ഞാൻ പടം വരച്ചിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഹെക്സഗണിന് എത്ര സൈഡ് ഉള്ളൂ നിങ്ങളെ? ഹെക്സഗൺ സമ്മാണ്. സം ഓഫ് ഹെക്സഗൺ ആകുമ്പോൾ 6 - 2. ഈ 6 വന്ന എന്താ? സൈഡാണ് ഹെക്സഗണിന് 6 സൈഡ്. 6 n-2 ഉണ്ട്. n-2 ഈ ഇക്വേഷനാണ് ഏത് പോളിഗണിൻ്റെയും സമ്മ് കാണുന്നത് കേട്ടോ. ഏത് പോളിഗൺ. ഇപ്പം മുമ്പ് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ഇതെല്ലാം ഇത് പഠിച്ചില്ലോ നിങ്ങളെ? ഇതിൻ്റെയൊക്കെ സമ്മ് നിങ്ങളോട് പരീക്ഷിക്കുമ്പോൾ 1 മാർക്കിന് ചോദിക്കുക എന്താ? ഡെക്കഗണിൻ്റെ സമ്മ് കാണാൻ. അപ്പോൾ എന്തോ ചെയ്യണം? ഡെക്കഗണിൻ്റെ 10 ആണല്ലേ? അപ്പോൾ 10 - 2 ഇൻറ്റു 180. കണ്ട എളുപ്പമല്ലേ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? അതുകൊണ്ട് ഏതാണോ ചിലപ്പോൾ ചോദിക്കുന്നത് അതങ്ങ് എഴുതുക കേട്ടോ. ഇവിടെ ഇപ്പം ഇതിൻ്റെ ചോദിച്ചുകൊണ്ട് അപ്പോൾ 6 - 2 ഇൻറ്റു 180 ഡിഗ്രി. അപ്പോൾ 6 - 2 4 ഇൻറ്റു 180 ഡിഗ്രി. എഴുതുന്നതിൽ എന്തെങ്കിലും 0 വല്ലതും കുറവുണ്ടോ നിങ്ങൾ? 180. അപ്പം 18 4 8 4 32 720 ഡിഗ്രി. അപ്പോൾ നമുക്ക് 4 കിട്ടി. നോക്കി, 720 ഡിഗ്രി. ഇനി അങ്ങോട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എത്ര വശങ്ങളാണോ ആ എന്നിൻ്റെ അവിടെ അതങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ അകക്കോണുകളുടെ തുക കണ്ടു. ഒന്നാമത് നമ്മൾ നമ്പർ ഓഫ് സൈഡ് തന്നു. ഇത് ഇത്രയും ലെങ്ത് വരുന്നത് അതുപോലെ പറയുന്നത് കൊണ്ടാട്ടോ. നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇതിങ്ങനെ നീട്ടി പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഏത് കണക്ക് തന്നാലും ചെയ്യാൻ പറ്റണം കേട്ടോ. ഇനി നോക്കൂ നിങ്ങളെ, സം ഓഫ് ഔട്ടർ ആംഗിൾ. ഇതിൻ്റെ ഔട്ടർ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെ നിങ്ങളെ ഇതിൻ്റെ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കുന്നത്? ഞാൻ പറയാം. ഇപ്പോൾ നോക്കിക്കേ, ഇതൊരു ട്രയാങ്കിളാണ് അല്ലേ? ഈ ട്രയാങ്കിളിൻ്റെ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഇത് ഇന്നർ ആംഗിൾ ആണ് അല്ലേ? ഒരു ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ എപ്പോഴും 180 ഡിഗ്രി ആണെന്നും ഒക്കെ നമ്മളിപ്പോൾ പഠിച്ചു. ഇനി ഔട്ടർ ആംഗിൾ എന്ന് വെച്ചാൽ ഇങ്ങനെ വെളിയിലോട്ട് വരുന്നതിനെയാണ് നമ്മൾ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് കേട്ടോ. കണ്ടോ?
ഇങ്ങനെ വെളിയിലോട്ട് നമ്മൾ ലീനിയർ പെയർ പഠിച്ചിട്ടുണ്ടോ നിങ്ങളെ? ലീനിയർ പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രേഖീയ ജോഡി ഇതൊക്കെ പറഞ്ഞാൽ ഡൗട്ട് വരുമായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ഇപ്പം 100 ആണെങ്കിൽ ലീനിയർ പെയറിൻ്റെ മെഷർ എപ്പോഴും 180 ആണ് കേട്ടോ. ലീനിയർ ലൈൻ ലീനിയർ പെയർ എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ, അതിൻ്റെ 180 ആണ്. അപ്പം നമുക്കിവിടെ 100 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 80 ആയിരിക്കും കേട്ടോ. അതും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്താ ഇത്രയും ഓർത്താൽ മതി കുഞ്ഞുങ്ങളെ. സം ഓഫ് ദ ഔട്ടർ ആംഗിൾ, ഒരു പോളിഗണിൻ്റെ ഔട്ടർ ആംഗിൾ, പോളിഗണ്ണുകളുണ്ടല്ലോ അതിൻ്റെ എല്ലാത്തിൻ്റെ ഔട്ടർ ആംഗിൾ എപ്പോഴും കൂട്ടുമ്പം 360 ഡിഗ്രി ആയിരിക്കും വരുന്നത് കേട്ടോ. അതിന് ഏതോ ആയിക്കോട്ടെ, ഇത്ര 360 ആയിരിക്കും വരുന്നത്. ഔട്ടർ ആംഗിൾ എന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഇത് വരച്ചത് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിളിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിത് 1, ഇവിടെ 1, ഇവിടെ 1, 3 എണ്ണം കണ്ടോ ഔട്ടർ ആംഗിൾ. ഒന്നാമത്തെ മനസ്സിലായോ? 360. അതുപോലെ തന്നെ അടുത്ത ഏതാ? സ്ക്വയർ അല്ലേ? സ്ക്വയർ നമ്മൾ കണ്ടേ 4 വശം ഒരുപോലെ ഇരിക്കുന്നതിനെയാണ് സ്ക്വയർ എന്ന് പറയുന്നത്. ഈ സ്ക്വയറിനും എന്താണ്? ഔട്ടർ ആംഗിൾ ഉണ്ട് അല്ലേ? ഇതിനും കണ്ടേ മേപ്പോട്ട്, ഇത് ഇങ്ങോട്ട്, ഇത് ഇങ്ങോട്ട് കണ്ടോ. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഔട്ടറാണേ. ഔട്ടർ എന്ന് വെച്ചാൽ വെളിയിൽ കണ്ടോ. ഇവിടെ എല്ലാ ആംഗിളുണ്ട്. ഇവിടെ എത്ര? പോളിഗൺ അല്ലേ? പോളിഗണിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞത് എത്ര? അതിൻ്റെ 360. അടുത്ത ഏതാ? പെൻഡഗൺ നോക്കിക്കേ, ഇതാണ് പെൻഡഗൺ അല്ലേ? ഈ പെൻഡഗണിൻ്റെ എന്താ ഞാൻ ഇവിടെ ഇങ്ങോട്ട്, പിന്നെ ഇവിടുന്ന് ഈ വര ഇങ്ങോട്ട് വരും, ഇവിടുന്ന് ഈ വര മേപ്പോട്ട് പോവും, ഇവിടുന്ന് ഈ വര ഇങ്ങോട്ട് ഇങ്ങനെ പോകും കേട്ടോ. ഇതും എന്താ? ഇതിൻ്റെ എല്ലാം വെളിയിലും എത്ര വരും? 360 കേട്ടോ. കാരണം ഇതൊരു പോളിഗണ്ണാണ്, ഇതിൻ്റെ 360. 3 എണ്ണം വരയ്ക്കാനാണ് നമ്മൾ മുമ്പ് എത്ര ഹെക്സഗൺ വര വരച്ചത് കൊണ്ടാണ്. ഒന്ന്, 2, 3, 4, രണ്ടും കൂടെ വന്ന് യോജിക്കുന്നിടം 5 അല്ലേ? ഇതിനെ എന്തോ ചെയ്യാം? ഇവിടെ വെളിയിലോട്ട് പോവും അല്ലേ? പിന്നെ ഇതിൻ്റെ ഇങ്ങോട്ടാണ് വരുന്നത് കേട്ടോ. അതിന് ഇങ്ങോട്ടായാലും വെളിയിലോട്ട് വരണം കേട്ടോ. ഇതില്ല കേട്ടോ, ഇങ്ങോട്ടിങ്ങായിപ്പോൾ. പിന്നെ ഇതിൻ്റെ ഇങ്ങോട്ട്, ഇതിൻ്റെ അങ്ങോട്ട്, വെളിയിലോട്ട് എക്സ്റ്റീരിയർ ആട്ടോ. പിന്നെ ഇവിടെ ഈ വര വന്നിട്ട് ഇങ്ങോട്ടാണ് പോകുന്നത്. ഇത് ഇങ്ങോട്ടല്ല കുഞ്ഞുങ്ങളെ, ഇങ്ങോട്ടാണ് കേട്ടോ. ഇപ്പോൾ മനസ്സിലായ? എക്സ്റ്റീരിയർ എന്ന് വെച്ചാൽ വെളിയിലോട്ട് ഇങ്ങനെ വരുന്നത്. വെറുതെ വരച്ചേക്കും അല്ലേ കേട്ടോ, മനസ്സിലാക്കണേ. എൻ്റെ ഇവിടെ ഇതെല്ലാം എക്സ്റ്റീരിയറാണ് കണ്ടോ. അതിൻ്റെ ഇത് ഇത്ര ഓർത്താൽ മതി. പോളിഗൺ ഏത് ചോദിച്ചാലും അതിൻ്റെ എല്ലാം ഔട്ടർ കേട്ടോ. സം ഓഫ് ഔട്ടർ ആംഗിൾ എപ്പോഴും എത്ര കുഞ്ഞുങ്ങളെ? 360 ഡിഗ്രി. അതിന് ഇത്രയും വരച്ചാണെന്ന് കാണിച്ചേ ഉള്ളൂ എങ്ങോട്ടൊക്കെ ഈ ആംഗിൾ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് എഴുതിയിട്ട് എല്ലാത്തിൻ്റെ എന്താ? 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രി. അതെ, നമ്മളിപ്പോൾ 4 എണ്ണം വീതം എല്ലാം എഴുതിയത് കൊണ്ട് 4 360 എഴുതിയതേ ഉള്ളൂ കേട്ടോ. അടുത്ത നമ്മൾ ഇന്നർ ആംഗിൾ ഏതാണ്? അടുത്ത ചോദ്യം ഏതാ? 4ാമത്തെ ഇന്നർ ആംഗിൾ എന്ന് വെച്ചാൽ അകക്കോണിൻ്റെ അളവ്. ഇന്നർ ആംഗിൾ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? അകക്കോണുകളുടെ അളവ്. നമുക്ക് ഈ നോക്കിക്കേ, ഈ ഫസ്റ്റ് നോക്ക്, ട്രയാങ്കിളിൻ്റെ അകത്തെ മെഷർ എപ്പോഴും നമ്മൾ പഠിച്ചതാണ് 180 ആണ് കേട്ടോ. 180 ഡിഗ്രിയാണ്. നമുക്കറിയാം അല്ലേ? ഒരു ട്രയാങ്കിളിൻ്റെ അകത്തെ മെഷർ 180 ഡിഗ്രിയാണ്. ഇനി അതിനെ ഇന്നർ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 180 ഇവിടെ വരുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ 3 സൈഡ് ഉണ്ടല്ലോ, ഇവിടെയൊക്കെ എത്ര വരുമെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഇന്നർ ആംഗിളുകൾ എത്ര വരും എന്നാണ് നമ്മളോട് ചോദിച്ചത്. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. 3 വശവും ഒരുപോലെയല്ലേ? 3 വശവും ഒരുപോലെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 180/3 കേട്ടോ. മറ്റേതാ? 4 വശമല്ലേ? 4 ആകുമ്പം എത്ര? 360 അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതണം? 360/4. 5 വശത്തിന് എത്ര ആയിരുന്നു? 5 540. അപ്പോൾ 540/5. അടുത്തത് 6 വശം ആകുമ്പോഴോ? മുമ്പ് നമ്മൾ എഴുതിയല്ലേ 720. 720/6. എത്ര വശമുണ്ടോ അത്രയും അതിൻ്റെ മൊത്തം എമൗണ്ടിനെ വശങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അല്ല, മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് മൊത്തം ഒരു ട്രയാങ്കിൾ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ മെഷർ മുമ്പ് നമ്മൾ എഴുതിയത് 180 ആണ് അല്ലേ? 180. 180നെ മൊത്തം സൈഡ് കൊണ്ട്, മൊത്തം 3 വശമായിട്ട് 3 കൊണ്ട്, ഇവിടെ മൊത്തം 4 വശമായിട്ട് 4 കൊണ്ട്, ഇവിടെ 5 ആയതുകൊണ്ട് 5. മനസ്സിലായോ?
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ 180നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടും. അപ്പോൾ ഒരു സൈഡ് എപ്പോഴും ഇവിടെ എത്ര? ഇവിടെ 60 ഇവിടെ 60 ഇവിടെ 60. അതുകൊണ്ടാണ് അതിനെ എന്ത് പറഞ്ഞത്? ഈക്വലേറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ 60 ഇവിടെ 60 ഇവിടെ 60. മനസ്സിലായോ? ഈക്വലേറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണം. അപ്പോൾ 60. ഇവിടെ അതുപോലെ 360നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര നിങ്ങളെ? 9×4 അല്ലേ 36. അപ്പോൾ 90 ഡിഗ്രി. എല്ലാം ഡിഗ്രി അല്ലേ? ഇനി 54 ഡിവൈഡ് 5 540 എന്ന് വെച്ചാൽ 540 പെൻഡഗൺ അല്ലേ? 540/5 5 പെൻഡഗൺ അല്ലേ? 540നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 108 ഡിഗ്രിയാണ്. അടുത്ത 720നെ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ 720 അല്ലേ? 720 ആകുമ്പം 120 ഡിഗ്രി. സംശയമുണ്ടോ? ഡിവൈഡ് ചെയ്ത് നോക്കണേ. അതായത് നോക്കിക്കേ, 6 3 18 9 36 1 5 5 ബാലൻസ് 40നെ 1 0 108. സംശയം ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് ചെയ്യണേ കുഞ്ഞുങ്ങളെ. അടുത്തുപോലെ 1 6 6 എന്താ ബാലൻസ് 12 120 തന്നെ അല്ലേ? 720 അല്ലേ? 720നെ 6 വെച്ച് 1 6 6 12 2 6 12 പിന്നെ ഈ 0 ബാക്കി. ശരി, കണ്ടോ? ഇനി നമ്മൾ ഔട്ടർ ആംഗിളുകളുടെ അളവ് മുമ്പ് നമ്മൾ പറഞ്ഞത് ഔട്ടർ ആംഗിളും ഇതുപോലെ തന്നെ എടുക്കുക. എന്തെടുക്കണം കുഞ്ഞുങ്ങളെ? ഔട്ടർ ആംഗിളിൻ്റെ ഫസ്റ്റ് ഏതാ? ഔട്ടർ ആംഗിൾ നമ്മൾ പറഞ്ഞായിരുന്നു എത്ര കുഞ്ഞുങ്ങളെ? 360 ആണെന്ന് നമ്മൾ പറഞ്ഞതാ അല്ലേ? ഔട്ടർ ആംഗിളിൻ്റെ 360 ആണെന്ന് നമ്മൾ പറഞ്ഞതാ. അപ്പം ഇല്ലേ അതാണ്ട് സം ഓഫ് ഔട്ടർ ആംഗിൾ നമ്മൾ മുമ്പ് പറഞ്ഞു 360 ആണ് കേട്ടോ. അപ്പോൾ ആ 360നെ ഓരോ സൈഡും വെച്ച് ഫസ്റ്റ് നമ്മൾ 3 വെച്ച്, പിന്നെ നമ്മൾ 4 വെച്ച്, പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ 4 5 എന്ന് വെച്ചേ അറിയാമല്ലോ, ഇനിയും പറയണ്ടല്ലോ. 360/6 അല്ലേ? 360നെ 3 വെച്ച് ചെയ്തപ്പം 120. സംശയം ഉണ്ടാവും നിങ്ങളെ. അതായത് അകക്കോണിൻ്റെ തുക അറിയണമെങ്കിൽ സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഏതാ? ഓരോന്നിൻ്റെയും ഇപ്പോൾ ത്രികോണത്തിൻ്റെ അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ 180 പിന്നെ സ്ക്വയറിൻ്റെ 360 പെൻഡഗണിൻ്റെ 540 ഹെക്സഗണിൻ്റെ 720. അതിൻ്റെ വശങ്ങൾ കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അത്. അകക്കോണുകൾ അല്ലെങ്കിൽ ഇന്നർ ആംഗിൾ അല്ലേ? എന്നാൽ എന്താ അടുത്ത പുറം കോണുകൾ? പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിലുള്ള അല്ലേ? വെളിയിലുള്ളത് എങ്ങനെ ചെയ്യണം? 360 ആണെന്ന് നമുക്കറിയാം. വെളിയിലുള്ള ഔട്ടർ ആംഗിൾ അല്ലേ? അതിനെ എന്ത് ചെയ്യണം? ഓരോ വശം വെച്ച് ഡിവൈഡ് ചെയ്യണം. 120 പിന്നെ എത്ര? 360നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 90, പിന്നെ 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 72, പിന്നെ 360നെ 6 കൊണ്ട് 6 6 36 60. ഇത്രയേ ഉള്ളൂ ആൻസർ. ഒരു ഇച്ചിരി വലുതായിട്ട് തോന്നുന്നെങ്കിലും എളുപ്പമാകും നിങ്ങളെ. കാരണം ഇതിൻ്റെയൊക്കെ ഇത് ഇത്രയേ ഉള്ളൂ നിങ്ങളെ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ട്രയാങ്കിളാണ്. ഈക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വശങ്ങളും ആംഗിളുകളും ഒരുപോലെ ആയിരിക്കും കേട്ടോ. ആംഗിൾ ഉണ്ട് ഇവിടെ 60 60 60. ഇവിടെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 90 ഇവിടെ 90 ഇവിടെ 90 ഇവിടെയും 90 അല്ലേ? പെൻഡഗണിൻ്റെ മൊത്തം എത്ര ആവും നിങ്ങളെ? 540. 540 ഡിവൈഡ് 5 എത്ര? 108. അപ്പോൾ ഇവിടെ ഓരോ വശങ്ങളും 108 വീതമായിരിക്കും വരുന്നത്. മനസ്സിലായോ? ഓരോ വശവും 108. ഇതൊക്കെ നല്ലപോലെ പഠിക്കണേ. കാരണം എന്താ 10ാം ക്ലാസ് ആണല്ലേ. അടുത്ത ഹെക്സഗണിന് മൊത്തം എത്ര? 720. 720നെ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഓരോ വശവും 120. 720. അപ്പം 120 വെച്ചാണ് എല്ലാ വശവും വരുന്നത് കേട്ടോ. 360. ഇത് ഓർത്തോണേ. ട്രയാങ്കിൾ 180, സ്ക്വയർ 360, പെൻഡഗൺ 540. കണ്ടോ? ഇതൊക്കെ നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്നുമാണ്. കണ്ടോ നോക്കണേ. നല്ലതുപോലെ എഴുതിയെടുത്ത് കണ്ടോ. ഇത്രയും വിശാലമായിട്ടൊന്നും ആരും പറയത്തില്ല. കുറച്ച് സമയം എടുത്താലും വേണ്ടിയില്ല കുഞ്ഞുങ്ങളെ. ഒരു കണക്കേ പഠിച്ചുള്ളതിലും അത് വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം ആദ്യം നമ്മളോട് ചോദിച്ചു ഇതിൻ്റെ എല്ലാം സൈഡുകൾ എത്ര സൈഡ് ഉണ്ടെന്നാണ് ആദ്യം ചോദിച്ചത്. രണ്ടാമത് ചോദിച്ചത് ഇന്നർ ആംഗിളുകൾ. ഇതിൻ്റെയൊക്കെ അകത്തെ ആംഗിള് 360 അല്ല 180 360 540 ഇത് എഴുതാനാണ് ചോദിച്ചത്. പിന്നെ എപ്പോഴും ഓർത്തോണം പോളിഗണിൻ്റെ ഔട്ടർ ആംഗിൾ എപ്പോഴും ഒരു മാർക്കിനൊക്കെ ചോദിക്കും കേട്ടോ. 360. പിന്നെ ഇന്നർ ആംഗിളുകൾ എത്രയൊക്കെയാണ്? ഇന്നർ ആംഗിളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം എത്ര ആണോ അതിനെ വശങ്ങൾ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പം നമ്മളോട് വേറെ ഏതെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡ് എത്രയാണെന്ന് നോക്കുക. ആ സൈഡ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്ത് എഴുതണം.
പിന്നെ ഔട്ടർ ആംഗിൾ നമ്മൾ പറഞ്ഞായിരുന്നു 360 360നെയും വശങ്ങൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എളുപ്പമല്ലേ? ഇച്ചിരി തോനെയും സമയം എടുത്താണ് ഞാനിത് പഠിപ്പിച്ചത്, എന്നാലും മനസ്സിലാവണേ കേട്ടോ. അപ്പോൾ ആ 2 എണ്ണം നമ്മൾ ചെയ്തു. ഇനി അടുത്ത നിങ്ങൾ മനസ്സിലായെന്ന് പറയുമ്പോഴാണ് ഞാൻ അടുത്ത് എഴുതുക കേട്ടോ. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ കേട്ടോ, കമൻറ്റും ചെയ്യണേ കേട്ടോ, എന്നിട്ട് വേണം ബാക്കിയിടാൻ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.